അതല്ല ഞാൻ ഇവിടെ വരുമ്പോണ്ടല്ലോ ഭയങ്കര മ്യൂസിക്കെല്ലാം വെച്ചിട്ട് അപ്പുറത്ത് നമ്മള് വലിയൊരു ഷോപ്പ് കണ്ട് ഏത് ഒരു ലക്ഷങ്ങൾ മുടക്കിയുള്ള ഷോപ്പ്. പക്ഷെ അവിടെ മ്യൂസിക് ഒന്നുമില്ല. ഇവര് മ്യൂസിക്കെല്ലാം വെച്ചിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാണ്. പണ്ടുള്ളവരുടെ പേരിടാന്ന് വിചാരിച്ചോണ്ടാണ് ബുദ്ധുക്കാന്റെ പീടിയാണ് ഈ ഒരു സ്ഥാപനത്തിട്ട പേര്. അപ്പൊ എന്തൊക്കെയാണ് സാധനം, എന്തൊക്കെയുള്ള സ്പെഷ്യൽ എന്താ സംഭവം? ഉപ്പിലിട്ട വാങ്ങുന്നുണ്ട്, പിന്നെ പറഞ്ഞുള്ള ഓയൽച്ച പണ്ട് കാലത്തെ മിഠായികളല്ലേ, അച്ചാറുണ്ട്, അച്ചാറുകള്, അതുപോലെ ഐസ് കാര്യങ്ങള്. പിന്നെ ഇത് വെക്കേഷൻ പ്രമാണിച്ച് ഉണ്ടാക്കിയ സാധനം. വെക്കേഷൻ അല്ലേ, സ്കൂളൊന്നുമില്ല, അടിപൊളി. അപ്പൊ സ്കൂൾ ഇല്ലാത്ത സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള തോന്നലുണ്ടായി അല്ലെ? ആരെ സഹായിക്കാൻ വേണ്ടിട്ടാ, കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിട്ടാ, ഇതൊക്കെ സന്തോഷം കിട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു സംഗതി അല്ലേ, അടിപൊളി. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വിജയം. ചേട്ടാ എന്തെങ്കിലും മേടിക്കുന്നത്? ഇതൊന്നും ഇവർക്ക് ബാല്യകാലം ഓർമ്മിക്കാൻ വേണ്ടിട്ട് അതെ, സന്തോഷം. തീർച്ചയായിട്ടും അത് വേണം. പിന്നെ അതല്ല, നമ്മൾ ഇത്തരം ബിസിനസ്സുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കും വേണം അല്ലേ? മാറും ഉറപ്പായിട്ടും. അതല്ല ഞാൻ ഇവിടെ വരുമ്പോണ്ടല്ലോ ഭയങ്കര മ്യൂസിക്കെല്ലാം വെച്ചിട്ട് അപ്പുറത്ത് നമ്മള് വലിയൊരു ഷോപ്പ് കണ്ട് ഏത് ഒരു ലക്ഷങ്ങൾ മുടക്കിയുള്ള ഷോപ്പ്. പക്ഷെ അവിടെ മ്യൂസിക് ഒന്നുമില്ല. ഇവര് മ്യൂസിക്കെല്ലാം വെച്ചിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു ബിസിനസ് മൈൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതാണ് ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് മൈൻഡ് ഇരിക്കുന്നുണ്ട്. എന്തായാലും വിജയിക്കട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് സന്തോഷമായി. ഇങ്ങനെ പിള്ളേരുടെ ഓരോ ബിസിനസ്സും മൈൻഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇതുവഴി പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പഴയ കാലത്തെ മിഠായികൾ വിളിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കയറിയിട്ട് ഇവരെ എന്തെങ്കിലും മിഠായി ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കുക. ഓക്കെ. അപ്പൊ ലൊക്കേഷൻ ഇതാണ്. ഇരിട്ടി മാനന്തവാടി റൂട്ടിൽ മലിവര ഹൈവേയിൽ കാപ്പങ്കടവ് എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ്. പക്ഷെ പൈസക്ക് ചോദിച്ചപ്പോൾ കുട്ടികളെ ഒരു നിപ്പും ഭാവമെല്ലാം കണ്ട ഞാൻ കയ്യിലുള്ളത് കൈക്ക് കൊടുത്തിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ഞാൻ മിസ്റ്റർ പ്രേക്കർ. ബൈ ബൈ.